ഈ നവംബർ 2-ന് കേരള എക്സ്പ്രസിൽ നടന്ന അതേ സംഭവത്തെ പുനരാവിഷ്കരിക്കുകയാണ് ഇപ്പോൾ പോലീസ്. സ്റ്റെപ്പിൽ ഇരിക്കുകയായിരുന്ന 2 പെൺകുട്ടികളിൽ ഒരാളെ ചവിട്ടി താഴേക്ക് താൻ തള്ളിയിട്ടത് എന്ന ആ നടന്ന സംഭവത്തെ ഒന്നുകൂടി ചിത്രീകരിച്ച് പോലീസിന് മുമ്പിൽ ഇപ്പോൾ കാണിച്ചു കൊടുക്കുകയാണ്. ആദ്യം താനല്ല ചെയ്തതെന്നും മറ്റാരോ ആണ് ഇത് ചെയ്തതെന്നുമൊക്കെ പ്രതി പോലീസിനോട് പറയുകയുണ്ടായി. എന്നാൽ CCTV ദൃശ്യങ്ങളെ പ്രതിയുടെ മുമ്പിൽ പോലീസ് കാണിച്ചു കൊടുത്തു. അയാൾ തന്നെയാണ് ഇത് ചെയ്യുന്നത് എന്ന് ആ CCTV ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. അതാണ് ഇപ്പോ പുനരാവിഷ്കരിക്കുന്നത്. 2 പോലീസുകാർ ആ കുട്ടികൾ ഇരുന്ന പ്രകാരം തന്നെ ട്രെയിനിന്റെ ആ ഡോറിനോട് ചേർന്നുള്ള സ്റ്റെപ്പിൽ ഇരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പിന്നിലൂടെ വരുന്ന പ്രതി ഈ താഴേക്ക് വീണ് ഇപ്പോ മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ 14-15 ദിവസങ്ങളായിട്ടും ഉണരാതെ കിടക്കുന്ന കുട്ടിയെ താൻ എങ്ങനെയാണ് അപകടത്തിൽ പെടുത്തിയത്, പിന്നിൽ നിന്ന് നടുവിൽ ചവിട്ടി താഴേക്ക് തള്ളിയിടുകയായിരുന്നു എന്ന് അയാൾ പോലീസിന് വിവരിച്ചു കൊടുക്കുകയാണ്. ഇതിനകം 2ാമത്തെ കുട്ടിയെ കൂടി അയാൾ ചവിട്ടി താഴേക്ക് തള്ളിയിടാൻ ശ്രമിക്കുന്ന സമയത്താണ് 2ാമത്തെ കുട്ടി അയാളുടെ കാലിലോ കയ്യിലോ മറ്റോ പിടിച്ചു തൂങ്ങി കിടക്കുന്ന അവസ്ഥയിൽ മറ്റൊരാൾ ഇതര സംസ്ഥാന തൊഴിലാളിയായി ഇന്നലെ നമ്മളെല്ലാം ആ വിവരം അറിയുകയുണ്ടായി. ചാനലില് പുള്ളിയുടെ പേരുൾപ്പെടെ എല്ലാ വാർത്താ മാധ്യമങ്ങളും പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അയാൾ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയാണ്. അയാൾ ഈ വിഷയത്തിലേക്ക് ഇടപെടുകയും ആ 2ാമത്തെ കുട്ടിയെ അയാൾ രക്ഷിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ദൗർഭാഗ്യകരം 1ാമത്തെ കുട്ടി ട്രാക്കിലേക്ക് വീണു. ഇതിനകം 2 തവണ പുകവലിയെ ചോദ്യം ചെയ്ത് തർക്കമുണ്ടായി എന്നും പറയപ്പെടുന്നുണ്ട്. ആ സമയത്ത് അതുവഴി ഗാർഡ് കടന്നു പോവുകയുണ്ടായി. ഈ ഗാർഡ് അതുവഴി പോയത് പെൺകുട്ടികൾ അറിയിച്ചതിനെ തുടർന്നായിരുന്നു എന്ന തെറ്റിദ്ധാരണയിൽ ആ പക മനസ്സിൽ വച്ചിട്ടായിരുന്നു പിന്നീട് സംഭവങ്ങളൊക്കെ കലങ്ങി തെളിഞ്ഞു, പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന ധാരണയിൽ ആ സ്റ്റെപ്പിലിരുന്ന് സംസാരിച്ച് ഇരിക്കുന്ന കുട്ടികളെ അയാൾ ടാർഗറ്റ് ചെയ്യുകയും ആ സ്റ്റെപ്പിൽ നിന്ന് വളരെ കരുതിക്കൂട്ടി തന്നെ ചവിട്ടി തള്ളിയിടണം എന്നുള്ള പദ്ധതിയോടെ തന്നെ പിന്നാലെ വന്ന് അവർ കാണാതിരുന്ന സാഹചര്യത്തിൽ ചവിട്ടി താഴേക്ക് തള്ളിയിടുകയുമാണ് ഉണ്ടായത്. അതാണ് ഇന്നലെ പോലീസ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ അതേ കേരള എക്സ്പ്രസിന്റെ അതേ ബോഗി എത്തിച്ച് നടത്തിയ തെളിവെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള ആ പുനരാവിഷ്കരണ നടന്നത്. വളരെ വ്യക്തമാണ് അയാൾ ചെയ്ത കുറ്റകൃത്യം. പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു.